ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന ഉറങ്ങുന്നത് നോക്കിയിട്ട് മനു ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ പതുക്കനെ അലീന ഒന്ന് കണ്ണ് തുറക്കാണ്. കണ്ണ് തുറന്നിട്ട് മനുവിനെ കാണുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അലീന അങ്ങനെ കൈയെടുത്ത് പൊക്കിയിട്ട് മനുവേട്ട എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അലീനയുടെ കയ്യിൽ മനു ഇങ്ങനെ കൂട്ടി പിടിക്കുന്നുണ്ട്. അതിനുശേഷം മനു പറയുന്നുണ്ട്, ഞാനിവിടെ ഉണ്ട്, ഉറങ്ങിക്കോ, സുഖമായിട്ട് ഉറങ്ങിക്കോളാം പറയും. പിറ്റേ ദിവസം രാവിലെ തന്നെ വിളിച്ചു നോക്കാൻ കേട്ടോ ബാലേന്ദ്രൻ മനുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി, അലീനയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, റൂമിലേക്ക് മാറ്റിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. ആ കുഴപ്പമൊന്നുമില്ല അങ്കിളെ, ഇപ്പം എങ്ങനെയാ, ഉറങ്ങാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉറക്കം തന്നെയാണ്, എപ്പോഴും ഉറക്കം തന്നെയാണെന്ന് പറയട്ടോ. അതാ സെഡേഷൻ്റെ ആവും എന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ, ഇത് സെഡേഷൻ്റെ മാത്രമാണോ എന്ന് ഒരു സംശയമുണ്ട്. അതെന്താ അങ്ങനെ ഒരു സംശയം? അത് ഞാൻ ഇന്നലെ ഡോക്ടർ ശർമ്മയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സ്ലീപ്പിംഗ് പിൽസോ അല്ലെങ്കിൽ മയക്കുമരുന്നോ അങ്ങനെ എന്തോ കാര്യമായിട്ട് അലീനയുടെ ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ട്. അതിൻ്റെയാണ് അങ്ങനെയെന്നാണ് ഡോക്ടർക്ക് ഒരു ചെറിയ സംശയം. അപ്പോൾ ബാലേന്ദ്രൻ പറയും, സ്ലീപ്പിംഗ് പിൽസ് കഴിക്കേണ്ട ആവശ്യം അലീനയ്ക്ക് ഇല്ലല്ലോ, പിന്നെ മയക്കുമരുന്ന് അത് അവൾ കേട്ടുപരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും സാധ്യതയില്ലല്ലോ എന്ന് പറയാണ്. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. പക്ഷേ ഇതിൽ രണ്ടിലേതോ ഒന്ന് അലീനയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാണ് കേട്ടോ. അപ്പം നിനക്ക് എന്തെങ്കിലും സംശയം? ഇതുവരെ ഇല്ല. നീ എന്തെങ്കിലും അലീനോട് സംസാരിച്ചോ? ഇല്ല, ഞാൻ കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. എന്തായാലും ഉറങ്ങി എഴുന്നേക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഞാൻ ഉടനെ തന്നെ വരാം. അയ്യോ അങ്കിളെ, അത്ര പെട്ടെന്ന് ധൃതി പിടിച്ചൊന്നും വരണ്ട, അങ്കിള് ഒഴിവ് പോലെ വന്നാൽ മതി, ഇവിടെ ഞാനുണ്ടല്ലോ. എടാ, അതിന് നിനക്ക് പരാതി കേൾക്കേണ്ടി വരുമല്ലോ, മോശപ്പേര് ആവുമല്ലോ. കടപ്പാട്ടൂരെ വേലക്കാരിക്ക് കൂട്ടിയിരുന്നു എന്ന് പേദോഷം വരും. അതൊക്കെ അമ്മ രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പേര് കേൾക്കാനൊന്നുമില്ല. ഇനിയിപ്പോൾ ആദ്യം പറയായിരിക്കും, പറയുന്നവർ പറയട്ടെ. എനിക്ക് എൻ്റെ ശരി, അവർക്ക് അവരുടെ ശരി, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും ഡോക്ടർ ശർമ്മ ഇങ്ങനെ ശർമ്മ ഓടുകയാണ് കേട്ടോ. അപ്പോൾ ഓടുന്ന സമയത്ത്, ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ ചെന്നിട്ട് ഡോക്ടർ ശർമ്മ എന്ന് വിളിക്കുകയാണ് കേട്ടോ. ഡോക്ടറോട് എങ്ങനെ നന്ദി പറഞ്ഞ അല്ല മതിയാവും അറിയില്ല, തീർത്താ തീരാത്തൊരു നന്ദിയും കടപ്പാടുണ്ട് എന്നൊക്കെ പറയട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എന്താ ചെയ്തത്, ഒരു ആംബുലൻസ് വിളിച്ചു, അത്രയല്ലേ ഞാൻ ചെയ്തുള്ളൂ. എന്നാൽ ആ ഒരു സമയത്ത് ഡോക്ടറോട് ഇല്ലായിരുന്നെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് എന്നോടല്ല, റിങ്കുവിനോടാണ് നന്ദി പറയേണ്ടത്. കാരണം റിങ്കു ആണ് ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചത്. റിങ്കുവിൻ്റെ കാര്യത്തിൽ അലീനോട് ഡോക്ടർ അന്ന് വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും. പക്ഷെ അവർ തമ്മിലുള്ള ബോണ്ട് ഒരാൾക്കും തകർക്കാൻ പറ്റില്ലടോ എന്ന് പറയാണ്ട്. അത് ശരിയാണ് എന്നും ബാലേന്ദ്രൻ പറയും. പിന്നീട് കാണിക്കുന്നത് മനു ഇങ്ങനെ കസേരയിൽ താടിക്ക് കൈയും കൊടുത്തിരുന്നു ഉറങ്ങാണേ. ആ സമയത്ത് അവിടേക്ക് നഴ്സ് വരികയാണ്. എന്നിട്ട് നഴ്സ് വരുന്ന സമയത്ത് ഗുളിക കൊടുക്കാൻ കേട്ടോ. ഭക്ഷണത്തിന് മുമ്പുള്ള അരമണിക്കൂർ മുമ്പുള്ള ഗുളികയാണ്, ഇപ്പം കഴിച്ചോന്ന് പറയട്ടോ. ഇത് 2 മണിക്കൂർ മുമ്പാണല്ലോ കൊടുക്കുന്നത്, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, അതുകൊണ്ടാണ് കൊടുക്കണേന്നൊക്കെ സിസ്റ്റർ പറയൂ കേട്ടോ. അത് കഴിഞ്ഞ ശേഷം അലീനോട് നമ്മളെ മനു ചോദിക്കുന്നുണ്ടേ, എപ്പോഴാണ് എഴുന്നേറ്റത് എന്ന് പറയും കേട്ടോ. എന്നെ എന്താ വിളിക്കാൻ ഞാൻ ചോദിക്കും. മനുവേട്ടനോട് ഇരുന്ന് ഉറങ്ങണ കണ്ടപ്പോൾ ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി. ഒരു കാര്യം ചെയ്യും, മനുവേട്ടൻ ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താ, ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലേ? ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ പൊയ്ക്കോളാം. അയ്യോ അങ്ങനെ പറയരുത് മനുവേട്ടൻ ഇവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു എന്തു സന്തോഷമായി എന്നാണ് അറിയോ. അപ്പം മനുവോടെ ഇരുത്തിയിരിക്കും കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നിട്ടാണ് എന്നോട് പൊക്കോളാൻ പറയുന്നത്? അത് പിന്നെ രാത്രി ഞാനൊരു സമയത്ത് എഴുന്നേറ്റ് നോക്കിയപ്പോൾ മനുവേട്ടൻ അവിടെ കൊതുകടിയും കൊണ്ട് കസേരയിൽ ഇരുന്ന് ഉറങ്ങുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്ക് വേണ്ടി ഉറക്കളയ്ക്കാനും രാത്രി ഇങ്ങനെ ഉറക്കളയ്ക്കാനും ഒരാളോ എന്നിങ്ങനെ ആലോചിച്ചു മനസ്സിൽ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മനു ഇങ്ങനെ ഒന്നും പറയാതെ അനിലയുടെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പൊക്കെ എങ്ങനെയുണ്ട്, സംസാരിക്കാനൊക്കെ ആയോ എന്ന് ചോദിക്കാൻ കേട്ടോ. കുഴപ്പമൊന്നുമില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ മനു കേട്ടാ? അത് ഇന്നലെ പോലീസിനോട് പറഞ്ഞ കത്രിക സ്റ്റോറിയൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. എന്താ നടന്നത്, സത്യം എനിക്ക് അറിയണം എന്ന് പറയാൻ കേട്ടോ. മനുവേട്ടൻ വേറെ ആരോടും പറയരുത്, മനുവേട്ടനോളം വിശ്വാസം എനിക്ക് വേറെ ആരും ഇല്ല എന്ന് പറയും കേട്ടോ. ശരി, നടന്നത് പറയാൻ പറയും. അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ അലീന ഓരോന്നോരോന്നായിട്ട് പറയാണ് കേട്ടോ. രോഹിത് കോളേജിൽ നിന്ന് വന്നതും ലൈം ജ്യൂസ് ചോദിച്ചതും തിരികെ വന്ന് ആ ലൈം ജ്യൂസ് അലീനയെ കൊണ്ട് കുടിപ്പിച്ചതും പിന്നെ മനുശങ്കർ ഉണ്ടായിരുന്നതും, അങ്ങനെ 2 പേരും കൂടി അവിടെ ഒരു പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. 2 പേരും കൂടെ മയക്കുമരുന്ന് എന്നെ കൊണ്ട് കുടിപ്പിച്ചിട്ട് എന്നെ റേപ്പ് ചെയ്യാനായിരുന്നു ശ്രമം എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടപ്പോൾ മനു ശരിക്കും തകർന്നു പോകുകയാണ് കേട്ടോ. മനുവിൻ്റെ മുഖമൊക്കെ അങ്ങ് വല്ലാതാവാണ്, കൈയൊക്കെ അങ്ങോട്ട് കൂട്ടി ഞെരിക്കുകയാണ് കേട്ടോ, ദേഷ്യവും സങ്കടമൊക്കെ വന്നിട്ട്. അതിനുശേഷം വീണ്ടും അലീന നടന്ന സംഭവങ്ങൾ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 പേരും കൂടി ഒരുപാട് ഗുസ്തി എടുത്തു നോക്കി എന്നെ റേപ്പ് ചെയ്യാനായിട്ട്. പക്ഷേ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു മനുവേട്ട. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവൻ തന്നെ കളയാൻ തീരുമാനിച്ചത്.
എന്ന് പറയും കേട്ടോ. ഞാൻ വേറെ എന്ത് ചെയ്യും മനുവേട്ടാ, എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മനുവിനാണെന്നുണ്ടെങ്കിൽ സങ്കടം വന്നിട്ട് മനുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകാണ് കേട്ടോ. അലീനയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ സങ്കടത്തോട് കൂടിയിട്ട് മനുവിനെ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ മനുവിന് സങ്കടം സഹിക്കാൻ പറ്റാണ്ട് മനു അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയാണ്. പുറത്ത് ചെന്ന് നിന്നിട്ട് പൊട്ടിക്കറിയാണ് കേട്ടോ. പൊട്ടിക്കറിയെന്ന് വെച്ചാൽ ഒരു തൂണുമ്പൽ ചാരി നിന്നിട്ട് പൊട്ടിക്കറിയാണ്. കണ്ണൊക്കെ ഒക്കെ കലങ്ങി നിന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ട് വീണ്ടും അലീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അലീന ഇങ്ങനെ മനുവിനെ നോക്കുകയാണ്. വീണ്ടും അലീനയുടെ അടുത്തേക്ക് ചേർന്ന് ഇരുന്നിട്ട് അലീനയുടെ കൈ എടുത്ത് തൻ്റെ കയ്യിൽ വെച്ചിട്ട് 2 കൈയിലും കൂടി കൂട്ടി പിടിക്കുകയാണ്. എന്നിട്ട് അലീനനെ നോക്കുകയാണ്. അതിന് ശേഷം ആ കൈ എടുത്തിട്ട് തൻ്റെ നെഞ്ചിൽ ചേർത്ത് വെക്കുകയാണ് കേട്ടോ. നെഞ്ചോട് ചേർത്ത് ആ കൈ പിടിച്ചതിന് ശേഷം അലീനയുടെ നെറുകയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാരമില്ല, വിഷമിക്കണ്ട, ഞാനുണ്ട് കൂടെ എന്നുള്ള രീതിയിൽ പറയാതെ പറയാണ് കേട്ടോ. പറയാനൊന്നും പറ്റുന്നില്ല, കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു ഒഴുകുന്നുണ്ട്. അങ്ങനെ ആ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിങ്ങനെ മനു ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡി ആയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയാൻ അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് ബാങ്കിൽ പോകുന്നില്ലേ? ഞാനിവിടെ ബാങ്കിൽ പോയാൽ എങ്ങനെയാ, അമ്മ ഇവിടെ തനിച്ചല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ബബിയല്ല കൃഷ്ണമോള് പറയും, ഞാനിരിക്കാം. അപ്പം നിനക്ക് സ്കൂളിൽ പോകണ്ടേ, ഇന്നൊരു ദിവസത്തേക്ക് ലീവ് എടുക്കാം, നാളെ ബബി ചേച്ചി ഇരിക്കട്ടെ എന്ന് പറയട്ടെ. അയ്യോ എനിക്കൊന്നും പറ്റില്ല, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് പറയും. വലിയൊരു പഠിപ്പിസ്റ്റ് വന്നിരിക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അതെ ഇത് ഞങ്ങൾ അന്വേഷിച്ചോളാം, നിങ്ങൾ രണ്ടുപേരും സ്കൂളിൽ പോകാൻ നോക്കുമെന്ന് പറയും കേട്ടോ. ബാലേന്ദ്രൻ എങ്ങോട്ടാ, ഹോസ്പിറ്റലിലേക്കാണോ? പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണ്ടേ, അതിനെങ്കിലും ഇപ്പോൾ അവിടെ ചെന്നിരുന്നൊരു കാര്യം, അവിടെ ഇപ്പോൾ തൽക്കാലം മനു ഉണ്ടല്ലോ, അവിടെ ചെന്നിരുന്നുകൊണ്ട് വലിയ കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. പിന്നെ പോകേണ്ട കാര്യങ്ങൾക്ക് പോകാണ്ട് പറ്റൂ. ഇതൊക്കെ ആ ഡോക്ടർ ശർമ്മനെ കൊണ്ട് സംഭവിച്ചതാ. വല്ല താലൂക്ക് ആശുപത്രിയിലും കൊണ്ടുവന്ന് ഇട്ടാൽ മതിയായിരുന്നു, വെറുതെ ആവശ്യമില്ലാണ്ട്. ഇപ്പം ഇത്രയും രാവിലെ ബാലേന്ദ്രൻ്റെ അവിടേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. ഞാൻ അവിടെ ചെന്നിട്ട് വേണം അവിടുത്തെ നഴ്സുമാർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ, അതുകൊണ്ടാണ് പോകുന്നത്. അത് മിക്കവാറും വേണ്ടി വരും, 1.5 ലക്ഷം രൂപ ഇപ്പോഴേ ആയിട്ടുണ്ടാവുമല്ലോ, ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടെ കൊടുക്കുക 2 ദിവസത്തിനുള്ളിൽ എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, എടി നിനക്ക് എന്തൊക്കെ അസുഖം വന്നിട്ടുണ്ട്, നീ ഇന്നേ വരെ താലൂക്ക് ആശുപത്രിയിൽ പോയിട്ടുണ്ടോ? ഒരു രോഗിക്ക് അത്യാസന്ന നിലയിലാവുമ്പോൾ കൊണ്ടുവന്നിടാൻ പറ്റിയ സ്ഥലമാണോ താലൂക്ക് ആശുപത്രി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മറുപടിയൊന്നും പറയുന്നില്ല വൈജയന്തി. ഇതിപ്പോൾ വലിയ കാര്യമായി പോയല്ലോ, അവൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ പൈസ ഒക്കെ ചിലവാക്കുക, ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് പറയട്ടെ. ഇതൊക്കെ നിൻ്റെ അച്ഛനോട് ചെന്ന് പറഞ്ഞാൽ മതി, നിൻ്റെ അച്ഛനാണ് അവളിങ്ങനെ ഏൽപ്പിച്ചു തന്നത്. അവൾക്ക് 2 കെയർടേക്കർ ഉണ്ട്, ഒന്ന് ബാലേന്ദ്ര മേനോനും ഒന്ന് മനുശങ്കർ മേനോനും. നിങ്ങളെങ്ങനെ അവളുടെ കെയർടേക്കർമാരായത്? ഇവിടെ വേറെ പല ജോലിക്കാരും വന്ന് നിന്നിട്ടുണ്ട്, കുഞ്ഞുമോള് നിന്നിട്ടുണ്ട്, ഭവാനി നിന്നിട്ടുണ്ട്, ചന്ദ്രിയ നിന്നിട്ടുണ്ട്, കുറേ പേരൊക്കെ പറയാൻ കേട്ടോ വൈജയന്തി. അവർക്കൊന്നും നിങ്ങൾ കെയർടേക്കർ ആയിട്ടില്ലല്ലോ. അത് നിൻ്റെ അച്ഛനോട്, അതല്ല ഞാൻ പറഞ്ഞു നിൻ്റെ അച്ഛനോട് ചെന്ന് ചോദിക്കാം. നിൻ്റെ അച്ഛനാണ് അലീനനെ ഇവിടേക്ക് ആക്കി തന്നത് ഹോം നേഴ്സായിട്ട്, അവളെ വേലക്കാരി ആക്കിയത് നീയാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛനെ കുറ്റം പറയാണോ? പിന്നെ നിൻ്റെ അച്ഛൻ ചെയ്തു വെച്ച കാര്യങ്ങൾ എൻ്റെ അച്ഛൻ്റെ തലയിൽ എടുത്ത് വെക്കണോ എന്ന് ചോദിക്കാൻ കേട്ടോ. നിനക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, നിനക്ക് എങ്ങനെ ആവാൻ കഴിയുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വൈജയന്തി പറഞ്ഞുകൊണ്ട്, ഇതൊക്കെ വെറുതെ പരത്തി വയ്ക്കുന്ന കാര്യങ്ങളാണ്, നീയായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുന്നതാണ്. അവൾക്ക് എന്തായാലും ഞാൻ കെയർടേക്കർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പോകാൻ കേട്ടോ. പിന്നെ തിരിഞ്ഞു നിന്നിട്ട് ബാലേന്ദ്രൻ ഒരു കാര്യം കൂടെ ചോദിക്കാൻ കേട്ടോ. അല്ല വൈജയന്തി, നീ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, നിനക്ക് നിന്നെ കൊണ്ടെങ്കിലും വല്ല ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണേ. ആ ചോദ്യം ശരിക്കും വൈജയന്തിയുടെ മനസ്സിൽ തട്ടിയിട്ടാ. വൈജയന്തി ഇങ്ങനെ ആ ചോദ്യം കേട്ട് അന്തം വിട്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.